ഹലോ വെൽക്കം ടു രാജശ്രീ ടേസ്റ്റ് ബഡ്സ് രാജശ്രീ. ഞാൻ ഇന്നിവിടെ ഒരു ബേബി പൊട്ടറ്റോ ബിരിയാണി കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇതാ ബേബി പൊട്ടറ്റോ ഇത് ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ട്. ഒരു 10-25 ബേബി പൊട്ടറ്റോ ഉണ്ടാവും. ഞാനിതൊരു പ്രഷർ കുക്കറിൽ വെച്ച് ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തെടുത്ത് വെച്ചതാട്ടോ. ഇനി അത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ഉപ്പ്. മുളക് പൊടി ഇതിന്ന് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. നമുക്ക് ആദ്യം ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അരിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോനെയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന മുമ്പ് ഇതേപോലത്തെ ഒരു ചെറിയ ചെറിയ ഹോളാക്കി കൊടുക്കുക. ഓരോ പൊട്ടറ്റോ എടുത്തിട്ട് ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞി ഹോള്. കാരണം ഇതിൽ ഈ മസാലയൊക്കെ പൊടിയൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. ഇവിടെ ഇപ്പം ഞാൻ ഇത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ 1 ടീസ്പൂണും കൂടി വേണം. പിന്നെ തൈര് ഇത് ഫുൾ എടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇത് മാഗ്നേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മസാല ഞാൻ സ്റ്റെപ്പായിട്ടെല്ലാം പറഞ്ഞുതരാം. ഇത് ഞാൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായിട്ട് ഇതവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് അരമണിക്കൂറിൻ്റെ അടുത്ത് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനുള്ള മസാല ഇപ്പോൾ ഇതൊരു 2 വലിയ സവാള, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ഒരു സവാള നമുക്കൊന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാൻ വേണം. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, 2 ചെറിയ തക്കാളി എടുത്താൽ കുഴപ്പമില്ല. അതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ്. പിന്നെ കുറച്ച് മല്ലിൻ്റെ ഇല. പിന്നെ ഇതിൽ പൊടി ചേർക്കാമെന്ന് വെച്ചാൽ ഇത് ബിരിയാണി മസാല അവിടെ പൊടിച്ചാണ്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക അറിയാലോ, ബിരിയാണി മസാല ഉണ്ടാക്കിയതാണ്. കറാമ്പൂ ഒക്കെ കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇത് നമുക്ക് വറവിടാൻ കുറച്ച് മുന്തിരി, നട്ട്സ്. ഇത് റൈസ് വേവിക്കുമ്പോൾ ഇടാനാണ്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, കറാമ്പൂ ഒക്കെ. അപ്പോൾ ഇനി റൈസ് എന്ന് വെച്ചാൽ ബസ്മതി റൈസാണ്. ഇതാണ് ബസ്മതി റൈസ് ഇവിടെ നന്നായിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ കഴുകി നന്നായി ഊറ്റി വെച്ചതാണ്. ഈ ഒരു അളവ് എൻ്റെ റൈസ് കുക്കറിൻ്റെ ഈ ഗ്ലാസിൻ്റെ അളവ് 3 ഗ്ലാസ് നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൈസ് ഒന്ന് ഒരു ചട്ടി വെച്ചൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് മസാലേൻ്റെ പണിയിലേക്ക് പോകാം. ഒഴിച്ചിട്ടുണ്ട് അതിലൊരു 2 ടേബിൾ സ്പൂണിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നട്ട്സ് ഇതൊക്കെ ഒന്ന് മൂക്കിട്ട് കേട്ടോ. അത് കരിയാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് സവാള വഴറ്റിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആവശ്യത്തിനുള്ളതാണ് ബിരിയാണി ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇത് ഈ ചീഞ്ചട്ടിയിൽ തന്നെ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നട്ട്സും നമ്മുടെ മുന്തിരിങ്ങയൊക്കെ. ഒരു സവാള എടുത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ വേവിക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതൊന്ന് മാറ്റി വെക്കാം. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഈ സെയിം ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് പട്ട, കറാമ്പു, ഏലക്ക, പിന്നെ തക്കോലം അങ്ങനത്തെയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി ഇനി ഈ റൈസ് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരി ഞാൻ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പട്ടയൊക്കെ ഇട്ട ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം 1 മിനിറ്റ്. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിത്
കുക്കറിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോന്നെ. കുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ റൈസ് കുക്കറിൽ വെള്ളമൊക്കെ പാകത്തിന് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് നിറച്ചും 6 ഗ്ലാസ് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ഉപ്പിടണേ വെള്ളത്തിൽ. അരിയൊക്കെ ഇട്ടു. ഞാനിത് വേവിക്കാൻ വെക്കുകയാണ്. നമുക്ക് ഇത് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊട്ടാറ്റോൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവറാണ് ഞാൻ എടുത്തിക്കണേ. ഇപ്പോൾ സവാള ഇവിടെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം. നമ്മൾ ഈ സവാള മുറിച്ച് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇതിങ്ങനെ കുറച്ച് നേർമയായിട്ട് കിട്ടും. സവാള പിടിച്ച് ഇങ്ങനെ ഒന്നാക്കുക. ഞാനിവിടെ ചെയ്യുന്നത് പറഞ്ഞതാട്ടോ. ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അധികം ഓവർ ബ്രൗൺ ഒന്നും ആവണ്ട. ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക്, തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഓവർ ബ്രൗൺ ആവേണ്ട. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാരണം നമ്മൾ പൊട്ടാറ്റോയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതാണ്. പച്ചമുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി ഇടാം. ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ വേണമെങ്കിൽ 2 ചെറിയ തക്കാളി എടുക്കാം. തക്കാളി ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടതാണ്. ഇതിലേക്ക് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എടുക്കേണ്ട. ഉടനെ ഞാൻ ഇവിടെ പൊടിച്ചതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ബിരിയാണി കൂട്ടൊക്കെ കൂടി 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതൊന്ന് പിടിക്കട്ടെ എല്ലാം കൂടി. തക്കാളിയൊക്കെ നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട്. തക്കാളി ഉള്ളിയെല്ലാം ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് ഒരു പ്രാവശ്യം കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചാണ്. കാരണം 2 വിസിലൊക്കെ അടിച്ചാൽ ഇത് ചെറിയ പൊട്ടാറ്റോ അതിനെക്കൊണ്ട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് ഒറ്റ വിസിൽ അതെടുത്ത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും തൈരും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇരുന്നുണ്ടാവും. ഞാനത് ഫസ്റ്റ് തന്നെ ഇതാണല്ലോ ചെയ്തത്. എന്നിട്ട് പിന്നെ ഒരുമിച്ച് ചെയ്തത് ഇതൊന്നെല്ലാം കൂടി ഒന്ന് പിടിപ്പിക്കട്ടെ. ഇതൊക്കെ ഇതിൽ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊക്കെ പിടിക്കട്ടെ. ഈ പൊട്ടാറ്റോയിലേക്ക് ഈ മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ. ബിരിയാണി മസാലയൊക്കെ നമ്മൾ ഇട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് 10 മിനിറ്റ് ഇതൊന്ന് അടിച്ചു വയ്ക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മുടെ പൊട്ടാറ്റോ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതാ റെഡി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ ഇല. റൈസ് നോക്കാം ഇനി എന്തായാലും. നമ്മുടെ റൈസ് നോക്കാം. ഇതാ റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. പാകത്തിന് വേവൊക്കെ ആയിട്ട്. അപ്പോൾ മസാല റെഡിയായി, റൈസും റെഡിയായി.
ഇത് ഒരു പ്രഷർ കുക്കറിലൊന്ന് സെറ്റാക്കാൻ പോവാണ്. നമ്മൾ ദമ്മൊക്കെ ഇടാന്ന് പറയല്ലേ, കരിയൊക്കെ ഇട്ട്. അതിന് പകരം ഞാൻ എൻ്റെ ഇപ്പോൾ ഇതൊരു സാധാരണ പ്രഷർ കുക്കർ എടുത്തേക്കാണ് ഇവിടെ. ഇതിലേക്ക് ആദ്യം കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം നമുക്ക്. ആദ്യം ഫസ്റ്റ് മസാല ഇടാം. ഇനി റൈസ് ഇട്ട് കൊടുക്കാം. അത് ഒരു കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിന്മേലെ നമ്മൾ ഉണ്ടാക്കിയ പൊട്ടാറ്റോ മസാല ഇട്ടു. അതിൻ്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയും പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി പിന്നെയും നമുക്ക് ആദ്യത്തെ പോലെ തന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അത് പിന്നെ റൈസ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും നട്ട്സും ഒക്കെ ഇടുക. അങ്ങനെ ആക്കി വരാം, ഓരോ ലെയർ പോലെ ഇട്ട്. അപ്പം ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ. മസാല ഇട്ടു, അരി ഇട്ടു. ഇനി എഗെയിൻ ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ മേലെ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളി, നട്ട്സും ഈ മുന്തിരി ഒക്കെ ഇടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇടുക, പിന്നെ അരി ഇടുക. അങ്ങനെ നമുക്കിതൊന്ന് സെറ്റാക്കി കൊണ്ടുവരാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കുക്കർ ഒന്ന് അടിച്ച് ലിഡ് ഇട്ടിട്ട് വെക്കാം. 2 മിനിറ്റ് വേണ്ട, ശരിക്കും 1 മിനിറ്റ് മതി. എന്നിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ദമ്മിൻ്റെ മേലെ കരി ഇടുന്ന വരെ ഞാനിവിടെ എൻ്റെ കുക്കറിൽ ചെയ്യണതാണ്. ഞാനിത് സെറ്റാക്കി വെക്കട്ടെ. പിന്നെ ലാസ്റ്റ് മസാലയും മുകളിലേക്ക് മസാല ഫുള്ളിനായിട്ടു. ഇനി കുറച്ച് റൈസും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് മുകളിലിട്ട് കൊടുക്കാം. മുകളിലിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ കഴിഞ്ഞ നട്ട്സൊക്കെ കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് സവാളയും കൂടി ഉണ്ട്, അതും കൂടി ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ എല്ലാം കൂടി ഇട്ടു. ഇനി ഗ്യാസ് എത്ര കുറഞ്ഞ തീയിൽ, ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീരെ ലോ ഫ്ലെയിം ഇട്ടോ, അടിച്ച് വയ്ക്കാം 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ്. പിന്നെ ഇത് ഗ്യാസിലേക്ക് വെക്കട്ടെ. ഏകദേശം 2 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് ആയിക്കണു. നമുക്ക് നോക്കാം, തുറക്കാം കുക്കർ. നമ്മുടെ ബേബി പൊട്ടാറ്റോ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ, ഒരു പാത്രത്തിലേക്ക്. ഇപ്പം ഞാൻ ഇതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബേബി പൊട്ടാറ്റോ പറഞ്ഞാൽ ഞാനിതിപ്പോൾ ഒരു കുക്കറിൽ 1 വിസിലിൽ ഓഫ് ചെയ്തെടുത്തു കേട്ടോ. 1 വിസിൽ മതി, കാരണം ഇത് 2 വിസിലൊക്കെ ആയാൽ വെന്തുടഞ്ഞു പോകും. അപ്പോൾ വേവിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും. പിന്നെ അത് മാഗ്നേറ്റ് ചെയ്യുന്ന മുമ്പ് ഒരു കുഞ്ഞു പൊട്ടാറ്റോയിൽ കുറച്ച് കുത്തിട്ട് ഒരു ചെറിയ ഹോൾ പോലെ ഇട്ട് കൊടുത്താൽ നമ്മൾ ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയിലൊക്കെ മുക്കി വെച്ചാൽ അതിൽ നന്നായി ആ മസാലയൊക്കെ പിടിക്കും. പിന്നെ അരി എന്ന് പറഞ്ഞാൽ ബസ്മതി റൈസ്. ഞാനിതിപ്പോൾ 1 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുത്തിട്ടാണ് വേവിച്ചത്. വേവിക്കുന്ന മുമ്പ് ഒന്ന് നെയ്യിലൊന്ന് അരി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചു. പിന്നെ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ പൊട്ടാറ്റോയിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തുണ്ട്. പിന്നെ ബിരിയാണി മസാല പറഞ്ഞാൽ ഇവിടെ പൊടിച്ചതാണ്. പട്ട, കറാമ്പ്, ഏലക്ക, തക്കോലം, അതൊക്കെ അറിയാമല്ലോ. അതിവിടെ പൊടിച്ചെടുത്തിട്ട് ഇതിലിട്ടതാണ്. പിന്നെ കുറച്ച് മല്ലീൻ്റെ ഇല ഞാനിവിടെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ബേബി പൊട്ടാറ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു നല്ല സ്വാദാണ്. പൊട്ടാറ്റോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ വെജിറ്റേറിയൻസിന് കൂടുതൽ ഇഷ്ടമാവും ഇങ്ങനത്തെ ബേബി പൊട്ടാറ്റോ ബിരിയാണിയൊക്കെ. പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാവും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ ബൈ.